എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തോളൂ. ഗെയിം ചലഞ്ച്. യെസ്, ബാക്കിൽ കുറച്ച് ബലൂൺസ് ഒക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാ ഇവിടെയും ഉണ്ട് കേട്ടോ, അതുപോലെ ഇവിടെയും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൊട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഗെയിംസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഗെയിംസ് വിത്ത് ചലഞ്ച് ആണ്. അപ്പൊ ഒരുപാട് പേരെല്ലാം കൂടി നമ്മുടെ വീഡിയോയിൽ കമന്റ് ആയിട്ട് ആൻകഫ് വീഡിയോ ചെയ്യൂ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ കുറച്ച് ഗെയിം ആയിട്ട് കുറച്ച് എന്റർടൈൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് മോളെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഓക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. യെസ്, ഒരു ഈവനിങ് ആയ സമയത്തായതുകൊണ്ട് നമ്മൾ കുറച്ച് ചായയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മൂട്ടിക്ക് ഇതിന്റെ റൂൾസ് ഒക്കെ എങ്ങനെയാണെന്നറിയാം? ഒരു ഐഡിയ ഇല്ല. ഗെയിം കളിക്കാൻ വേണ്ടി ചായ കുടിക്കുക, വെള്ളം, ഓക്കെ, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റൂൾസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് അതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനു മുന്നേ ഇന്നത്തെ നമ്മുടെ ഹാൻഡ് കഫ് ഗെയിം ചലഞ്ചിലേക്ക് കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്തില്ല വേണ്ടി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി, അപ്പം റൂൾസ് ഒക്കെ പറയണ്ടേ? റൂൾസ് പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ പറയാം, തോറ്റാലും ജയിച്ചാലും സങ്കടപ്പെടരുത്. അല്ല, തോറ്റാൽ സങ്കടപ്പെടരുത്. ബിക്കോസ് ഒരു ഗെയിമാണ്. അപ്പൊ ഗെയിം തുടങ്ങുമ്പോഴത്തേനും അവസാനിക്കുമ്പോഴത്തേനും അതിനകത്ത് ആരെങ്കിലും ഒരാൾ വിജയിക്കും. ഒരു വിജയം അനിശ്ചിതമാണ്, ഒരു പരാജയം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ പരാജയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടരുത്. അല്ല, ഞാന് ഇവർക്ക് മുന്നിൽ തോറ്റുപോയതിന്റെ വിഷമം അല്ല, ഇനി തോറ്റതിന്റെ ആ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നെ അങ്ങ് തോറ്റു കൊടുക്കാം. നീ തോറ്റതിന്റെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് ഞാനൊന്ന് തോറ്റു തരാം. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്ന് തോറ്റു കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം രണ്ടുപേരും ഹാൻഡ് കഫ് ചെയ്യും. രണ്ടുപേരും മത്സരമാണ്. അപ്പൊ നമ്മൾ ഹാൻഡ് കഫ് ചെയ്യും. ഹാൻഡ് കഫ് ചെയ്തതിന് ശേഷമുള്ള ഗെയിം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ റൂൾസ് ഒക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഹാൻഡ് കഫ് ചെയ്യുന്നു. ഹാൻഡ് കഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു 4 ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. 1 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ. ഈ ബോട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കൈ കൊണ്ട് മാത്രമേ നമ്മളെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുള്ളൂ. മനസ്സിലായി. ഒരു കൈ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു കൈ കൊണ്ട് വേണം ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ. അതെ, ഈ ഒരു കൈ കൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടത്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതായത് ഈ കൈ കൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ എടുക്കുന്നു. ഈ കൈ കൊണ്ട് ബോട്ടിൽ എടുക്കുന്നു. ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ അടപ്പില്ലേ, അടപ്പ് തുറക്കാം. അടപ്പ് എങ്ങനെ വേണേലും തുറക്കാം. ഫ്രീ ഉള്ളൂ. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ ടാസ്ക് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കൈ എവിടെയാണോ, ഏത് പൊസിഷനിലാണോ ഉണ്ടാകുന്നത് ആ പൊസിഷനിൽ ഈ കൈ സ്റ്റോപ്പ് ആയിരിക്കും. ഓക്കെ, അവിടെ നനക്കാൻ പാടില്ല. ദെൻ അതിന് ശേഷമാണ് നമ്മൾ രണ്ടുപേരും ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം ആരാണോ നിറച്ച് തീർക്കുന്നത് അവര് വിൻ ചെയ്യും. ഇവിടെ നിന്നാണ് ആദ്യത്തെ ടാസ്ക് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ടാസ്ക് ഏതാണ്? ബോട്ടിൽ നിറയ്ക്കുകയാണ്. ബോട്ടിൽ വെള്ളം നിറയ്ക്കുക. അത് ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആരാണോ, അത് ഇപ്പം ഫുള്ള് നിറക്കാൻ പറ്റുമോ എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം അറിയാലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു റൂള്. അപ്പം ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആരാണോ അവര് വിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം എന്താ, നമ്മൾ നേരെ ബലൂണിലേക്ക് എത്തും. അപ്പൊ ഈ ബലൂൺ ഇവിടെ നമ്മൾ ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഈ റെഡ് ബലൂൺ എന്ന് പറഞ്ഞത് വിന്നറിനുള്ള. അതെ, ഈ ടോപ്പില് റെഡ് ബലൂണ് വിൻ ചെയ്യുന്ന ആൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ ടൈ ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പൊ ഇത് നമ്മൾ രണ്ടുപേരിലും ഓരോരുത്തർക്കും ഈ ബലൂൺസ് എടുക്കാം. അതായത് എടുക്കണോ പൊട്ടിക്കണോ? എടുക്കണം. അതാണ് ടാസ്ക്. അതായത് അടുത്തേക്ക് വാ. അതായത് ഈ ബലൂണ് ഇപ്പൊ ഒരെണ്ണം, ഇപ്പൊ എനിക്ക് യെല്ലോ ആണെങ്കിൽ ഞാൻ യെല്ലോ മാത്രം എടുക്കുക. അതായത് നമ്മുടെ ഹാൻഡ് കഫ് ചെയ്തേക്കുന്ന കൈ മാത്രം ഉപയോഗിച്ചിട്ട് എടുക്കാവോ. അതിനുശേഷം അമ്മുവിന് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ മാത്രമേ നിനക്ക് എടുക്കാവൂ. ലാസ്റ്റ് എടുത്തതിന് ശേഷം, അതായത് ആരാണ് ഏറ്റവും ആദ്യം
ഫുള്ള് എടുക്കുന്നവർക്ക് അവസാനം മാത്രം റെഡ് എടുക്കാൻ പറ്റുള്ളൂ. ആ റെഡ് എടുക്കുന്നവര് വിൻ ചെയ്യും. ഇനി അതിനുശേഷമാണ് നമ്മുടെ ടീ ചലഞ്ചിലേക്ക് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലാക്ക് ടീ ചലഞ്ച്. അതായത് ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ടീ ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പം ഇതിനകത്തും ടാസ്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ടീ നല്ല ചൂട് ബ്ലാക്ക് ടീ ആണ്. ഇത് ഇവിടെ നിന്ന് എത്തിക്കഴിയുമ്പോ ചിലപ്പോ തണുക്കും. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ട് ബ്ലാക്ക് ടീ ഒരു സൈഡിൽ വെക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇവിടെ അതിനുശേഷം ഇവിടുന്ന് 2 സ്പൂൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സ്പൂണിൽ നിന്ന് നമ്മൾ ഷുഗർ എടുക്കുന്നു. ഷുഗർ എടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ആദ്യം ആരാണോ ടീ കുടിച്ച് തീർക്കുന്നത് അവരും വിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും ടാസ്ക് ആണ് നമുക്കുള്ളത്. ഇത്രയും ടാസ്ക് കഴിയുമ്പോഴത്തേന് ഇത്രയും ഈ 3 ടാസ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് നമുക്ക് നോക്കാം. അപ്പൊ റൂൾസ് ഒക്കെ മനസ്സിലായോ മൂട്ടി? എങ്ങനെയുണ്ട് നമ്മുടെ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്? അപ്പൊ നമ്മൾക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഹാൻഡ് കഫ് ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ അതിനു മുന്നേ കൈ നമുക്ക് ഹാൻഡ് കഫ് ചെയ്യണ്ടേ? ഹാൻഡ് കഫ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്കല്ല, നമ്മൾ ടൈ ചെയ്യാണ് കേട്ടോ. ടൈ ചെയ്തിട്ടാണ് നമ്മള് പരിപാടി തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഗെയിം ചലഞ്ചിലേക്ക് പോയാലോ? ഇപ്പൊ ആര് ടൈ ചെയ്യും? നീ അവിടെ പിടി. നമ്മൾ 2 പേരും കൂടെ അങ്ങ് ടൈ ചെയ്യുവാണ് കേട്ടോ. അതായത് 2 പേരും കൈ നമ്മൾ 2 പേരും കൂടെ അങ്ങ് ടൈ ചെയ്യുവാണ്. യെസ്, അങ്ങനെ ഹാൻഡ് കഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ആക്ടിവിറ്റീസ്. ഇതല്ലല്ലോ, ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇവർക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് എല്ലാ ആക്ടിവിറ്റിയും ചെയ്യേണ്ടത്. ഒരു ഐഡിയ ഓക്കെ, അപ്പൊ തുടങ്ങുകയാണ്. ഇത് ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. ഇത് ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രമുണ്ട്. അത് ഞാൻ വീഡിയോ തുടങ്ങിയ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കൈ എന്തിനാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഹാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി? അപ്പൊ നമ്മുടെ ഹാൻഡ് കഫ് ചലഞ്ച് ഫസ്റ്റ് ടാസ്കിലേക്ക് പോവാണ്. ഫസ്റ്റ് ടാസ്കിനുള്ള സാധനം റെഡി. 2 കുപ്പിയുണ്ട്. അതിനുശേഷം നിനക്കുള്ള ബോട്ടിൽ, എനിക്കുള്ള ബോട്ടിൽ. ഓക്കെ, ഈ ബോട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ അഴിച്ചോളൂ. റെഡി? തുടങ്ങിക്കോളൂ. ബോട്ടിൽ അഴിച്ചോളൂ. വെള്ളം മറിയാൻ തുടങ്ങി. ഒഴിക്കരുത്. പിന്നെ ഒഴിക്കരുത്. ഈ കയ്യില് എനിക്കും പറ്റുന്നില്ലല്ലോ. ഈ കയ്യില് വേണം ഒഴിക്കാൻ. ഈ കയ്യിലാ? അല്ലല്ല. ഓക്കെ, അങ്ങനെ ആക്കില്ല. ഇങ്ങനെ വിടി, ഇങ്ങനെ വിടി. ഇവർക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. റെഡി? ഒഴിക്കലോ. റെഡി? ഞാൻ സ്റ്റോപ്പ് പറയുമ്പോഴത്തേന് ഈ ഹാൻഡ് സ്റ്റാർട്ട് പറയുമ്പോഴത്തേന് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴത്തേന് ഈ കൈ എവിടെയാണോ അവിടെ സ്റ്റോപ്പ് ആയിരിക്കണം. അപ്പൊ ഞാൻ സ്റ്റോപ്പ് പറയാം. പിന്നെ ആയിക്കോട്ടെ. അല്ലെ, മമ്മി പറഞ്ഞോ. റെഡി? 1 2 3. അവിടെ നിന്നാണ്. പിന്നെ ഇത് അനക്ക് ഇങ്ങോട്ട് കുപ്പി കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഈ കുപ്പി കൊണ്ടുവരാൻ പാടില്ല. ഈ കുപ്പി നമുക്ക് കൊണ്ടുപോവാം. പക്ഷെ ഈ കുപ്പി എവിടെയാണ് പോസ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ തന്നെ വെക്കാവൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. മമ്മി പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞോ, ഞാനിതല്ലേ. നീ അത് അനക്കരുത് കേട്ടോ. ആ കുപ്പി അനക്കരുത്. കൈ വേദനിക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറയണം മമ്മി. ഒരു സമയത്ത് മമ്മി സ്റ്റോപ്പ് പറഞ്ഞോ. ഫസ്റ്റ് ടാസ്ക് ഞാൻ വിൻ ചെയ്തിരിക്കുന്നത് എന്ത് നോക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ടാസ്ക് മമ്മി സ്റ്റോപ്പ് പറഞ്ഞത് കേട്ടോ. നമ്മൾ കൗണ്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കാണിച്ചത്? നിന്റെ കാണിച്ച് ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? അമ്മൂട്ടി. അങ്ങനെ സ്റ്റോപ്പ് പറയണെങ്കിൽ പറയുന്നവര് പുറംതിരിഞ്ഞ് നിക്കണായിരുന്നു. അപ്പൊ മമ്മി എന്നെ ജയിപ്പിച്ച്. നീ സ്റ്റോപ്പ് ഞാനിവിടെ കണ്ടില്ല. ഒന്നും കൂടി ആക്കാം. ഇപ്പോഴായിരിക്കും ഇവർക്ക് ഐഡിയ കിട്ടിയത്. അപ്പൊ ഈ ഗെയിം നമ്മൾ ഒന്നുകൂടെ റീകണ്ടിന്യൂ ചെയ്യുകയാണ്. താഴെ ഒഴിക്കല് മറിക്കാതെ ഒഴിക്കുക. റെഡി? 1 2 3 പറഞ്ഞോ. ആരാ വിൻ ചെയ്തത്?
കൈവിട്ട് പോയി guys. അതെ ഇപ്പഴാണ് എനിക്ക് ഗെയിം മനസ്സിലായത്. എന്നാ പിന്നെ ഒന്നുകൂടെ ഗെയിം ജയിച്ചതല്ലേ. സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ ആരാണ് അവിടെ വിൻ ചെയ്തിരിക്കുന്നത്? സോ ആദ്യം എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇവള് അത് മനഃപൂർവ്വം അതിനെ ഇല്ലാണ്ടാക്കി ഇവള് വിൻ ചെയ്തു. അത് എനിക്ക് ബുദ്ധി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗെയിമിൽ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? അമ്മൂട്ടിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോവാണ്. ദെൻ നമ്മൾ നേരെ ടാസ്കിലേക്ക് വരുന്നു. ഈ കൈ കൊണ്ടല്ലേ? ഈ കൈ കൊണ്ട് മാത്രം, ഈ കൈ ഉപയോഗിക്കാൻ പാടില്ല. അത് നിനക്കിപ്പോ ഏതാ വേണ്ടേ? മമ്മി പറഞ്ഞു ഇതിനകത്ത് നീല മഞ്ഞയുണ്ട്, ഇതിനകത്ത് ഞാൻ ഏതെടുക്കണം? ഏത് കളർ എടുക്കണം? എനിക്ക് ബ്ലൂ, നിനക്ക് യെല്ലോ. റെഡി? മമ്മി സ്റ്റാർട്ട് പറഞ്ഞു. ചേട്ടായി പറയട്ടെ. കുഞ്ഞാടെ അവിടുന്ന് സ്റ്റാർട്ട് പറഞ്ഞോളൂ. പറഞ്ഞോ? ആ റെഡി? ആയില്ല, സ്റ്റോപ്പായില്ല. പൊട്ടിയില്ലടാ. ഞാൻ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഞാൻ Yes, I am the winner. Yes, കാരണം എനിക്കാണ് കരങ്ങളിൽ കുറച്ചുകൂടെ ശക്തി കൂടുതൽ. ഗാർഗി വന്നു കേട്ടോ. ഗാർഗി ഇവിടെ വിചാരിച്ച് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ച് ഗാർഗി ഇതുവഴി കറങ്ങി അടിക്കുന്നുണ്ട് കേട്ടോ. ഗാർഗി ഗെയിമിന് വേണ്ടിട്ട് ബലൂണ്. ഓക്കെ, അപ്പൊ സോ ഇനി നമ്മള് സെക്കൻഡ് റൗണ്ട് വിജയിച്ചത് ഞാനാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഓക്കെ ഈക്വൽ ആണ്. ഇനി അടുത്ത റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ബ്ലാക്ക് ടീ ചലഞ്ച് ആണ് കേട്ടോ. അപ്പൊ ബ്ലാക്ക് ടീ ചലഞ്ച് തുടങ്ങുകയാണ്. ഫൈനൽ റൗണ്ട് ആണ്. ഫൈനൽ റൗണ്ടിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. റെഡി? ചായ എടുത്തോളൂ. അമ്മൂട്ടിക്ക് ചായ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ചായ എടുക്കട്ടടി. അത് ഞാൻ ചായ എടുക്കട്ടടി. ഓക്കെ 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 ഓക്കെ. ഇല്ല റെഡി. ചായ മറ്റേ കുടിച്ചോ. കുടിക്കില്ല. ഇങ്ങനെ പിടി. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ടാസ്ക് കൊടുക്കുന്നത്. ഷുഗർ എടുക്കുക. ആദ്യം ഇത് ഷുഗർ ഇട്ട് കലക്കി ആദ്യം ആരാണോ കുടിച്ചു തീർക്കുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. ആയില്ല. റെഡി? റെഡി? ആ യെസ്. നീ ആ കൈ അനക്കില്ല, ഉടായ്പ കാണിക്കില്ലേ? പതുക്കെ കുടിക്കണി, കലക്കടി. ഉടായ്പ കാണിക്കില്ലേ? ആ വേണ്ട. ചായ കുടിച്ചോ. ഉടായ്പ കാണിച്ചിട്ട് ജയിച്ചത് കണ്ടില്ലേ? ഉടായ്പൊന്നുമില്ല. ഉടായ്പ കാണിച്ചിട്ട് ഇവള് ജയിച്ചു നിൽക്കുക. ഹാൻഡ് കഫ് ചാലഞ്ചില് എനിക്കിത് അത്ര എനിക്ക് സംതൃപ്തി വന്നിട്ടില്ല. കാരണം ഇതിനകത്ത് അവസാനം ഇവള് വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. മത്സരമായി കാണുക. ഇത് ആദ്യം പറഞ്ഞ ഡയലോഗ് ആണല്ലോ. അതായത് ഞാൻ അവിടെ വിചാരിച്ചു ഇവള് കൈ കുറച്ചിപ്പുറത്ത് വെക്കുമെന്ന്, പക്ഷെ നീ അടുത്തോട്ട് വെച്ചല്ലേ ചായ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കലക്കിട്ട് കുടിച്ചാ. ഓക്കെ, എനിവേ അമ്മൂട്ടിയാണ് വിജയിച്ചിരിക്കുന്നത്. വിൻ ചെയ്ത ആൾക്കുള്ള പ്രൈസ് ഗിഫ്റ്റ് ഇതാ കൊടുത്തിരിക്കുകയാണ്. റെഡ് ബലൂൺ കൊടുത്തിരിക്കുകയാണ്. ആരാണ് ഹാൻഡ് കപ്പിൽ വിൻ ചെയ്തിരിക്കുന്നത്? അമ്മൂട്ടിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അമ്മൂട്ടിക്ക് സന്തോഷം കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഗെയിം ദാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് കഫ് ചലഞ്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അല്ല അമ്മൂട്ടി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹാൻഡ് കഫ് ഗെയിം? നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മള് അല്ല അടിപൊളിയായിരുന്നു. എന്റർടൈൻ ആയിട്ട് നല്ല എന്റർടൈൻമെന്റ് ആക്കിയിട്ട് എന്റർടൈൻമെന്റ് ആയി ഞങ്ങൾ വീഡിയോ ചെയ്തു. ഈ ചലഞ്ച് നമ്മൾ വലിയ എഫേർട്ട് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കാണ് എഫേർട്ട് കൂടുതൽ. ടൈറ്റ് ആയിരുന്നു കേട്ടോ. എന്തോ ടൈറ്റ് ആയിട്ട് കൈയെല്ലാം വേദനിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.